സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 68ാമത്തെ ദശകം രാസക്രീഡ, അതിലത്തെ നാലാമത്തെ ദശകമാണ്. 65, 66, 67, 68. ഇനി ഒന്നും കൂടിയുള്ളൂ 69ാമത്തെ ദശകം രാസക്രീഡ. ഇപ്പം ഇവിടെ മൂന്നാമത്തെ ശ്ലോകം. തവ വിഭോ പരാ കോമളംബുജം നിജകളാന്തരേ പര്യവേഷ്ടയർ ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതീവാദി അർഷുല. തൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന പ്രാണവായുവിനെ തടുത്ത് അവിടെ നിർത്തുന്ന പോലെ, അല്ലെങ്കിൽ മരിക്കും. കൃഷ്ണയെ കണ്ടില്ലെങ്കിൽ ഒരു ഉറപ്പാണ് മരിക്കും. അത് ഭാഗവതത്തിലും പറയേണ്ട, അങ്ങാകുന്ന ആയുസ്സോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിൽക്കണം. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ബലം അങ്ങാണ്. കണ്ടില്ലെങ്കിൽ ആയുസ് ഇവിടെ കഴിയും, ഉറപ്പാണ്. കണ്ടതുകൊണ്ട് ഇതാ രക്ഷപ്പെട്ടു. ആ പ്രാണവായുവിനെ ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതീവ. പ്രാണമാരുതം പ്രാണവായു, അതിനെ തടയുന്നത് പോലെ കൈകൾ കഴുത്തിലെടുത്തു വെച്ചു. അപഗതത്രപാകാഭികാമിനി തവ മുഖാംബുജാത് പൂകശർവിതം പ്രതിഗൃഹയ്യ തദ്ഭക്തപങ്കജേ നിദധീഗത പൂർണ്ണകാമതാം. അപഗതത്രപ, ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ. അയ്യേ അതെങ്ങനെ ചെയ്യും എന്നുള്ള ലജ്ജ കൂടാതെ ആണ് അപഗതത്രപ, ലജ്ജയില്ലാതെ. ഈ ലജ്ജ, ശരീരബോധം, ഇതൊക്കെ ആർക്കാണ്ടാവുക? ഈശ്വരൻ വേറെ നമ്മൾ വേറെ എന്ന് വിചാരിക്കുമ്പോൾ ഇതൊക്കെ ഒന്നാവുമ്പോൾ അത്തരം ഭേദബുദ്ധിയൊക്കെ ഇല്ലാണ്ടാവും. അവിടെ ലജ്ജയോ മടിയോ മറ്റൊരാൾ കാണുമോ എന്ന ചിന്തയോ ഒന്നും ഉണ്ടാവില്ല. ഉറക്ക നാമം ചോദിക്കുക ആരെങ്കിലും സാധാരണ നിലയ്ക്ക് ചെയ്യില്ലാവോ? അല്ല, ചില ഘട്ടത്തിൽ എത്രയോ ആളുകൾ ചെയ്യും. ഒരു ഘട്ടം കഴിയുമ്പോൾ ആര് കേട്ടോട്ടെ, തന്നെ പറ്റി എന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് പോയിട്ട് നാരായണ 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 എന്ന് വിചാരിച്ചിട്ട് ചെല്ലി നാമം ചെല്ലണ ഒരാളുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അയാൾ. പട്ടാമ്പി നവാദത്തിന് പോയപ്പോൾ ഒരു അമ്പലത്തിൽ ഉച്ചായ ഉറക്ക ചെല്ലണ കേൾക്കാം, നാരായണ 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 നാരായണ. അങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപഗതത്രപ, ഭഗവാനുമായിട്ട് ഒന്നായിട്ട് നാമം ചെല്ലൽ തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ വിചാരിക്കും. ലജ്ജ കൂടാതെ ഇല്ലേ നാമം ജപിക്കണം, ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ട് ജപിക്കണം നമ്മുടെ. അപ്പോൾ അത് മറ്റൊരാൾ കേൾക്കുമോ എന്നുള്ള പേടിയോ അതിലൊരു ലജ്ജയോ ആ വക ഭാവങ്ങളൊക്കെ ഉണ്ട് വിട്ട്, അത് ഭക്തിയുടെ പരമമായിട്ടുള്ള ഒരു ഭാവമാണ്. അപഗതത്രപ, ഇവരും ഭഗവാനും ഉണ്ടല്ല, പിന്നെ ഈ ലോകം പേര് എന്ത് പറഞ്ഞാൽ എന്താ? അപഗതത്രപ കാഭികാമിനി തവ മുഖാംബുജാൻ പൂഗചർവിതം. താമ്പൂലം ഭഗവാന്റെ മുഖത്തിൽ നിന്ന്, വായിൽ നിന്ന്. അവിടെ മുഖം എന്ന് പറഞ്ഞാൽ വായു. മുഖത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്നും മൊത്തത്തിലുള്ള മുഖം എന്നും പറയും, വായു എന്നും. വായ എന്ന് അങ്ങനെയും പറയും. മുഖം ഇവിടെ വായയാണ് അർത്ഥം. ആ ചവച്ച താമ്പൂലം, പൂഗചർവിതം, ചർവിതം പൂകം, ശവയ്ക്കപ്പെട്ട താമ്പൂലം തൻ്റെ വായിലേക്ക് വായ കൊണ്ടെടുത്തു. ഇനി കൈ കൊണ്ടാണോ നിശ്ചയില്ല, കയ്യിലെടുത്ത് ഭഗവാൻ ചവച്ച ഉച്ചിഷ്ടം പ്രസാദമാണല്ലോ, വായിൽ വാങ്ങി. തത് ഭക്തപങ്കജേ നിദധതി, തൻ്റെ വായിലേക്ക് ആക്കി. പൂർണ്ണകാമതാംഗത, ജന്മസാഫല്യം നേടി ആനന്ദിക്കുകയും ചെയ്തു. ഭഗവാൻ ചവച്ചതായ താമ്പൂലം, നീതിച്ച താമ്പൂലത്തിന് തമ്മിൽ തല്ലിൻ്റെ രുക്മിണി സ്വയംവരത്തിലല്ലേ, എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന പോലെ പ്രസാദം ചാർത്തിയ മാല വേണമെന്ന് പറഞ്ഞിട്ട് തിരക്കുക. അപ്പോൾ ഭക്തി വളരെ വർദ്ധിക്കുമ്പോൾ ഈ ഭഗവാന്റെ ഉപയോഗിച്ചതെല്ലാം പ്രസാദമാണ്. നമ്മൾ ഉപയോഗിച്ച പോലെ അല്ലല്ലോ, ഉച്ചിഷ്ടമല്ലല്ലോ നമ്മൾ കണക്കാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ താമ്പൂലം ഭഗവാൻ ചവച്ചത്
വാങ്ങി തൻ്റെ വായിലാക്കി. അപകതത്രബ വെജ് നഷ്ടപ്പെട്ട ഒരുവൾ കാപി കാമിനി തവ മുഖാംബുജാൻ പൂകശർവിദമ്പതി ഗൃഹയ്യ. ചവയ്ക്കപ്പെട്ട താമ്പൂലം തൻ്റെ വായിലാക്കി. തത് വക്രപങ്കജേ നിദധി, തൻ്റെ വായിലാക്കിക്കൊണ്ട് ഗത പൂർണ്ണകാമതാംഗത, ജന്മസാഫല്യം നേടിയ പ്രതീതിയിൽ അവിടെ നിന്നു. അത് ഒരു സ്ത്രീയുടെ ചേഷ്ടിതം. ഇനി വേറൊരു ഇഷ്ടിയോ, വികരുണോ വനേ സംവികായ മാം അപകതോസി കാത്താമികത് പൃശേൻ ഇതി സരോഷയാ തവ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. വേറൊരു സ്ത്രീ കുറച്ച് പരിഭവം പറയുകയാണ് ചെയ്തത്. ശൃംഗാരം, പരിഭവം, ദേഷ്യം, പിന്നെ പല ഭാവത്തിൽ സ്നേഹം കാണിക്കലുണ്ട്. ഒക്കെ സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്. ഇവിടെ എന്താണ്, ഒരു കാര്യം ചോദിച്ചു. ആ ചോദിച്ചത് കൊട്ടേഷനിൽ, സംസ്കൃതത്തിൽ കൊട്ടേഷൻ ഇല്ല കേട്ടോ. കൊട്ടേഷൻ മാർക്കോ പങ്ക്ച്വേഷനോ സംസ്കൃതത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. ഒരു 2 വരി കഴിഞ്ഞാൽ ഒരു വരടും, പിന്നെ അടുത്ത വരി 2 വരടും, അത്രയേ ഉള്ളൂ. ഫുൾ സ്റ്റോപ്പിനാണ് പകരമാണ് ഈ ഒരു വരട്ട. ശ്ലോകത്തിൻ്റെ പകുതി, ശ്ലോകം മുഴുവൻ കഴിഞ്ഞാൽ 2 വരടും, വെർട്ടിക്കലായിട്ട്, ഒരു തൊണ്ടിലല്ല. അതിനാണ് അതൊരു പങ്ക്ച്വേഷനെ കാര്യമായിട്ടുള്ളൂ എന്നാണ്. കൊട്ടേഷനില്ല, ഉവാച എന്ന് പറഞ്ഞിട്ട് താഴത്ത് പറയുക, അത്രയേ ഉള്ളൂ. നോ കൊട്ടേഷൻ ഇൻ സംസ്കൃത്. ഇപ്പം ഇവിടെ കൊട്ടേഷനിൽ മലയാളത്തിലായതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. മലയാളത്തിലത്തെ ഇതാണ്ട് വികരുണോ വനേ സംവികായ മാം, വികരുണോ വനേ മാം സംവിഹായ. വികരുണോ യാതൊരു ദയയും ഇല്ലാതെ, മാം വനേ സംവികായ എന്നെ കാട്ടിൽ വിട്ടിട്ട്, അപകതോസി എവിടെ പോയി. ഈ ലോകത്തിൽ അങ്ങനത്തെ ഒരാളെ ഇനി ഏതൊരാൾ വിശ്വസിക്കും? കൃഷ്ണ, അങ്ങനെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. പരിഭവമാണ്, വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്. മനസ്സിലായി? ഇപ്പോഴാണ് മനസ്സിലായത്. ആ വിശ്വസിച്ച ഞങ്ങളെ വേണം പറയുക. പരിഭവം. വികരുണോ, കരുണയില്ലാത്തവനെ, സ്നേഹം കൊണ്ടാണ് കേട്ടോ, സ്നേഹം കൊണ്ടുള്ള പരിഭവമാണ്. വനേ മാം സംവിഹായ, കാട്ടിലേ രാത്രി നേരെ എവിടെയെങ്കിലും ത്യജിച്ചിട്ടാണ് പോവുക. ഇതാണോ മര്യാദ? അപകതോസി കാത്വാമിക സ്പൃശേത്, അപകതോസി എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞിരിക്കുക, എവിടെയാണെന്ന് വെച്ചില്ലാണ്ട് ഞങ്ങളെ കൊണ്ട് തിരയിക്കുക. അങ്ങനത്തെ അങ്ങയെ ആര് അടുത്ത് വരും കൃഷ്ണ തൊടാൻ? കൃഷ്ണനെ സ്നേഹിക്കാൻ എങ്ങനെ വെച്ചാൽ ആരെ ഉണ്ടാവും? ആരെ കിട്ടുക? ത്വാമിക സ്പൃശേത്, ആര് വരും കൃഷ്ണൻ്റെ അടുത്ത്? ആർക്ക് വേണം ഇങ്ങനത്തെ ആൾക്കാരെ എന്നർത്ഥം. വികരുണോ വനേ മാം സംവിഹായ അപകതോസി, ഞങ്ങളെ വിട്ട് എവിടേക്കോ പോയിട്ട് ഒളിച്ചിരിക്കുക, തോന്നിയടത്ത് പോയിരിക്കുക. അങ്ങനത്തെ അങ്ങയെ ത്വാമിക സ്പൃശേത്, ഇനി ആരടുത്ത് വന്ന് തൊടാനോ സ്നേഹിക്കാനോ നിൽക്കും. ഇതി സരോഷയ താവതേകയാ, കുറച്ചങ്ങനെ ശുണ്ഠിയെടുത്തുകൊണ്ട് സജലലോചനം വീക്ഷിതോ ഭവാൻ, കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭഗവാനെ നോക്കി. എവിടെയെങ്കിലുമൊക്കെ സ്ത്രീകളെ രാത്രി ഉപേക്ഷിച്ച് പോകുന്ന അങ്ങയെ ഇനി ഏതൊരാളാണ് വിശ്വസിക്കുക? ഏതൊരാൾ അങ്ങയുടെ അടുത്ത് വരും കൃഷ്ണ എന്ന് ചോദിച്ച് പരിഭവം പ്രകടിപ്പിച്ചു മറ്റൊരു സ്ത്രീ. അത് പരിഭവം എന്ന ഭാവമാണ്. ഇതൊക്കെ ഭാഗവത്തിലെ കാചിത് കരാംബുജംശോരഗൃഹേ അഞ്ജലിനാമുദ കാചിത് ദധാര ബാഹും അംസേ ചന്ദനരൂഷിതം തത് ബാഹും അംസേ ചന്ദനരൂഷിതം. അങ്ങനെ പല ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏകാത്തതങ്കരികമല സന്തത്താ തനയോരത, ഒരാൾ ഭഗവാന്റെ കാല് തൻ്റെ മാറത്ത് വെച്ചു. ഇങ്ങനെ പല ചേഷ്ടകളും അവർ ചെയ്തു. അതൊക്കെ ഇവിടെ ചുരുക്കിയിരിക്കുകയാണ്. ഏകാഭൃകുടി മാപത്യ പ്രേമസംഭവവിക്കുലെ, പുരികക്കുടി ചൊളിച്ച ഒരു സ്ത്രീ ദേഷ്യപ്പെട്ടു. അതൊക്കെ അവിടെ ചുരുക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വികരുണോ വനേ സംവികായ മാം അപകതോസി കാത്വാമിക സ്പൃശേത്, എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കുക, ഞങ്ങളെ തെരയിക്കുക, ബുദ്ധിമുട്ടിക്കുക, ദുഃഖിപ്പിക്കുക. അങ്ങനത്തെ അങ്ങേ കൃഷ്ണ ആര് തൊടാൻ വരും ഇനി? പൃശേത് ഇതി സരോഷയ താവതേകയാ സജലലോചനം
വീക്ഷിതോ ഭവാൻ. പ്രകാരം രണ്ട് കണ്ണിലും വെള്ളം നിറച്ചുകൊണ്ട് ഒരു സ്ത്രീ അങ്ങയെ നോക്കി അങ്ങനെ നിന്നു. ഇതി മുദാകുലേർ വല്ലവീജനേ സമമുപാഗതോ യാമുനേ തടേ മൃദുകുജാംബരേ കൽപ്പിതാസനേ കുതൃണഭാസുരേ പര്യശോഭത. പ്രകാരം സ്ത്രീകളാൽ പരിഭവത്തോടുകൂടി ചീത്ത പറയുക, സ്നേഹത്തോടു കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനത്തെ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചീത്ത പറയലൊക്കെ ഉണ്ടായിരിക്കേ മുദാകുലേർ സന്തോഷം ഉണ്ടാതിരിക്കുക. കാരണം കാണാത്ത ആളെ കണ്ട സന്തോഷമാണ് ഉള്ളിൽ. ഈ ദേഷ്യം അഭിനയമാണ്. ഉള്ളിൽ ശരിക്കും കൃഷ്ണനെ കണ്ട സന്തോഷമാണ്. ആ സന്തോഷം കാണിക്കാണ്ട് അഭിനയിക്കപ്പെട്ട ദുഃഖത്തോടു കൂടി ദേഷ്യം, പരിഭവം അങ്ങനെയൊക്കെ ഉള്ളതോടുകൂടി വല്ലവീജനൈ ആ സ്ത്രീകളാൽ ഭഗവാൻ എന്ത് ചെയ്തു? യാമുനെ തടയെ ഉപാഗത യമുനാ തീരത്തെത്തി. കുസൃണഭാസുരേ മൃദുകുജാംബരൈ മാറത്ത് കെട്ടുന്ന കച്ചേണ മുലക്കച്ച അത് അഴിച്ച് മണലിൽ വിരിച്ചിരുന്നു. കുജാംബരം എന്ന് പറഞ്ഞാൽ കുജത്തെ ആവരണം ചെയ്യുന്ന അമ്പരം, വസ്ത്രം. മൃദുകുജാംബുരേ കൽപ്പിതാസനെ അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഇരിപ്പിടത്തിൽ ഇരുന്ന് ഭഗവാൻ ശോഭിച്ചു. ഭാഗവതത്തിൽ അവിടെ ഒരു വാക്കുണ്ട്, ത്രൈലോക്യ ലക്ഷ്മേകപദം വഭുർദൽ. 3 ലോകത്തിലത്തെ ലക്ഷ്മിയും ഐശ്വര്യവും ഒരു തലത്താണ്ട് കൂട്ടിയിട്ടാൽ എന്താ ഉണ്ടാവുക പറയാൻ തന്നെ പറ്റില്ലയോ. കുറച്ച് ഐശ്വര്യം ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തുമാത്രം തേജസ് ഉണ്ടാവും. അപ്പോൾ 3 ലോകത്തെ ഐശ്വര്യം ഒന്നിച്ച് കൂട്ടി എന്താവും കഥ, അതുപോലെ ശോഭിച്ചു. ത്രൈലോക്യ ലക്ഷ്മീകപദം വപുർദത്. 3 ലോകത്തെയും ഐശ്വര്യം ഒരു സ്ഥലത്ത് ഒന്നിച്ചാണ്ട് കൂടിയാൽ അവിടെ എങ്ങനെ പ്രകാശിക്കും? ഈ പണ്ടൊക്കെ ഈ ചെറിയ ടി വി ഉണ്ടായിരുന്നു, അതിനകത്ത് തെളിച്ചം കൂടുക. ഈ റേസ് ഇങ്ങനെ കംപ്രസ്ഡായിട്ട് നിൽക്കുമ്പോൾ വലുതാവും തോറും അതിൻ്റെ ആ രശ്മികൾ കുറഞ്ഞിട്ട് സാന്ദ്രത തെളിച്ചം കുറയും. ചെറുതാകുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവുന്ന എന്ന പോലെ കുറേ വ്യാപിച്ച പ്രകാശം ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് കുമിഞ്ഞു കൂടിയപ്പോൾ അത് അത്യധികം ശോഭിച്ചു. മൃദുകുജാംബരേ കൽപ്പിതാസനെ കുതൃണഭാസുരേ പര്യശോഭത. ആ യമുനാ തീരത്ത് വിരിച്ച ഉത്തരീയത്തിലും മറ്റും ഇരുന്നു കൊണ്ട് ഗോപികളും കൃഷ്ണനും അവിടെ ശോഭിച്ചു. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.